അതൃപ്തരുടെ പട്ടിക അവിടെ അവസാനിക്കുന്നില്ല. പട്ടാമ്പിയിലേക്ക് പോകുമ്പോൾ അവിടെ കോൺഗ്രസിനൊരു വിമത സ്ഥാനാർത്ഥി കൂടെ വരികയാണ്. പട്ടാമ്പിയിൽ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷാഫി പട്ടാമ്പി മത്സരിക്കാൻ ഉറച്ചിരിക്കുന്നു. റിയാസ് മുക്കോളിയെ സ്ഥാനാർത്ഥിയാക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് വിമത നീക്കം. സാജിദ് അജ്മൽ വിവരങ്ങൾ നൽകും. സാജിദ്, ഷാഫി പട്ടാമ്പി അവിടെ മത്സരിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നോ? ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസിന്റെ ഒരു അനുനയ നീക്കങ്ങൾ ഉണ്ടായോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? ഈ പട്ടാമ്പിയിലാണ് വലിയ വിമത നീക്കം കോൺഗ്രസിനെതിരെ ഉണ്ടാകുന്നത്. അതായത് ടി.പി. ഷാജിയാണ് നിലവിൽ സ്ഥാനാർത്ഥിയാക്കിയിട്ടുള്ളത്. എന്നാൽ റിയാസ് മുക്കോളി കഴിഞ്ഞ തവണ മത്സരിക്കുകയും ഈ പട്ടാമ്പിയിൽ തന്നെ തുടരുകയും ചെയ്തിരുന്നു. ആ റിയാസ് മുക്കോളിയെ അവഗണിച്ചതിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റായ ഷാഫി പട്ടാമ്പി മത്സരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇത് കൂടാതെ മുസ്ലിം ലീഗിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് എം.എ. സമദ് കൂടി മത്സരിക്കുമെന്ന വിവരമാണ് ലഭിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മുഹമ്മദ് മൗസിന് ഈ വിജയം ഉറപ്പിക്കാൻ കഴിയും. കാരണം എം.എ. സമദ് ഈ യൂത്ത് ലീഗിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിരുന്നു. ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറാണ്. അങ്ങനെ എം.എ. സമദിനെ പോലുള്ള ഒരാൾ മത്സരിക്കുമ്പോൾ സ്വാഭാവികമായും ഈ തിരുവേഗപ്പുറ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ വലിയ തോതിൽ വോട്ട് ചോർച്ച UDF-നകത്തുണ്ടാകും. ലീഗിന്റെ വോട്ട് പൂർണ്ണമായി എം.എ. സമദ് പിടിക്കുകയാണെങ്കിൽ അത് ഈ ടി.പി. ഷാജിക്ക് ക്ഷീണം ചെയ്യുമെന്നതിൽ സംശയമില്ല. എന്തായാലും ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എന്തെങ്കിലും തരത്തിലുള്ള ഒരു നടപടികളിലേക്ക് UDF-ന്റെ നേതൃത്വം, അത് മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും നേതൃത്വം കടക്കുമോ എന്നാണ് ഇനി അറിയാനുള്ളത്. അങ്ങനെയാണ്. അപ്പോൾ ലീഗിന്റെയും UDF-ന്റെയും നേതൃത്വം ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകളിലേക്ക് കടക്കുമോ, അതോ ഷാഫി പട്ടാമ്പി അവിടെ മത്സരിക്കുമെന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുമോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരും മണിക്കൂറുകൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. സാജിദ് അജ്മലാണ് വിവരങ്ങൾ നൽകിയത്.